നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 31 തീയതി 1201 ആണ്ട് ചിങ്ങമാസം 15 തീയതി ഞായറാഴ്ചയാണ്. ഇന്ന് അനിഴം നക്ഷത്രമാണ്. അനിഴ നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. ഞായറാഴ്ച അവധി ദിവസമാണ്. എല്ലാവരും റിലാക്സായി ഒരാഴ്ച കഠിനാധ്വാനമൊക്കെ ചെയ്ത് അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടി ശരിക്ക് എനർജി സംഭരിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഞായറാഴ്ച. സൂര്യൻ്റെ ദിവസമാണ് ഞായറാഴ്ച. സൂര്യനാണ് പ്രപഞ്ചനാഥൻ. പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് സൂര്യൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എനർജി പ്രദാനം ചെയ്യുന്ന ദശ അല്ലെങ്കിൽ സമയമാണ് സൂര്യൻ്റെ ദിവസം. അന്ന് എനർജി സ്വീകരിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ലോകമെമ്പാടും ഏകദേശം അവധി ദിവസമായിട്ട് ഞായറാഴ്ച എടുത്തതിൻ്റെ കാരണം. അപ്പോൾ ഇന്ന് അവധി ദിവസമാണ്. നല്ല ദിവസം കിട്ടിയിരിക്കുകയാണ്. നല്ലൊരു ദിവസം നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. ഇപ്പോൾ കുടുംബസമേതം മറ്റെന്തിനേക്കാൾ കുടുംബസമേതം നിൽക്കാനും കുടുംബത്തിനകത്ത് ഐശ്വര്യം ഉണ്ടാവാനും ഒക്കെ നല്ല ദിവസം ഞായറാഴ്ച കിട്ടിയാലേ പറ്റുള്ളൂ. നമുക്ക് നല്ലൊരു ദിവസം കിട്ടിയിരിക്കുകയാണ്. അതുപോലെ ചിങ്ങമാസത്തിലെ അനിഴം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. കുറച്ച് ടെൻഷനും, സൂര്യൻ ചൂടാണ്, കുറച്ച് ടെൻഷനും അസ്വസ്ഥതയും അലച്ചിലും ഒക്കെ ഉണ്ടാവുമെങ്കിലും പ്രശസ്തിയും അതിനനുസരിച്ച് ഉയർച്ചയും സാമ്പത്തിക നേട്ടത്തെയും ഒക്കെ പ്രദാനം ചെയ്തു തരും. അതുകൊണ്ട് നമുക്ക് ഈ നല്ലൊരു ദിവസമാണ് നമുക്ക് പ്രദാനം ചെയ്തു തന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് പോകുമ്പോഴും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാവുകാലം വൈകുന്നേര സമയമാണ്. അപ്പോൾ നമ്മൾ കുടുംബസമേതം പുറത്തൊക്കെ പോകുന്ന ദിവസമാണ് ഞായറാഴ്ച. ഫംഗ്ഷനും അതുപോലെ ബന്ധുവീടുകളിലും ഔട്ടിങ്ങിനും ഒക്കെ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനും ഒക്കെ പോകുന്ന ദിവസമായതുകൊണ്ട് നമ്മൾ രാവുകാലം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. 4:30 മണി മുതൽ 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 4:30 മണിക്ക് തുടങ്ങില്ല. 4:59 തൊട്ട് രാവുകാലം ആരംഭിക്കും. 6:30 മണിക്ക് രാവുകാലം 4:30 മണി മുതൽ 6 മണിക്ക് തീരൂല. 6:31 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവുകാല സമയം യാത്രയ്ക്ക് എടുക്കരുത്. ഒന്നുകിൽ നേരത്തെയോ ശേഷമോ യാത്ര തിരിക്കുക. അതേപോലെ തന്നെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് ഗുളികകാല സമയം വരുന്നത് 3:28 തൊട്ട് ശരിക്ക് 4:59 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 12:25 തൊട്ട് 1:56 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:01 തൊട്ട് 12:49 വരെ വരുന്ന സമയം അഭിജിത്ത് മുഹൂർത്തത്തിന് ഏറ്റവും അനുകൂലപ്രദമായ സമയമാണ്. എന്ത് ശുഭകാര്യത്തിനും കൊള്ളാം. അതുപോലെ നമ്മളിന്ന് ഓരോ കാര്യത്തിന് തുനിയുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റോസ് കളറോ ചുടുകലിൻ്റെ കളറോ താമരപ്പൂവിൻ്റെ കളറോ ആയിട്ടുള്ള വസ്ത്രം നമുക്ക് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. കാരണം എന്തിനാണ്? സൂര്യനിൽ നിന്നുള്ള തേജസ് നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ വസ്ത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നാലും അതുപോലെ പുറത്തൊക്കെ പോകുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.